എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു ചോക്കോ ചിപ്പ് കേക്ക് തയ്യാറാക്കാം. ഞാനിതിൽ പറഞ്ഞിട്ടുള്ള കറക്റ്റ് അളവിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഇത് ഫ്ലോപ്പ് ആവാതെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്കിതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. ഒന്നുകിൽ ഇത് 2-3 തവണ നന്നായിട്ട് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഒരു തവണ അരിച്ചെടുത്തതിന് ശേഷം പിന്നെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താലും മതി. കേക്ക് നല്ല സോഫ്റ്റ് ആവാനും പിന്നെ ഒരുപോലെ പൊങ്ങി വരാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് മാറ്റി വയ്ക്കാം. വെള്ളമൊന്നുമില്ലാതെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കോഴിമുട്ട നമുക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള കോഴിമുട്ടയാണ്, ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതല്ല. റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന കോഴിമുട്ടയാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഒരെണ്ണം ചേർത്താലും മതിയാവും. 2ഉം കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചതൊന്നല്ല, സാധാരണ പഞ്ചസാര തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതും നമ്മൾ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് മെൽറ്റായിട്ടുള്ള ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. ഫ്ലേവർ ഒന്നും ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതും കൂടി നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽ നമുക്കിതിലേക്ക് ചേർക്കാം. ഇപ്പോൾ ഈ ഒരു അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ മിക്സ് ആക്കുന്ന ആ ഒരു സമയത്ത് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുക്കാം. പാലും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ മിക്സാക്കി എടുക്കാനായിട്ട് പറ്റും. ഒരുവിധം മിക്സാക്കി കഴിഞ്ഞാൽ ബാക്കി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞു. ബാറ്റർ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് ടൈറ്റിലാണ് ഇരിക്കുന്നത്. ഒരു 3/4 ടേബിൾ സ്പൂണും കൂടി പാല് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. 3/4 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ചേർക്കേണ്ടി വന്നിട്ടില്ല. ബാറ്റർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പാകത്തിലാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ കിട്ടേണ്ടത്. ഇതിലേക്ക് 5 ടേബിൾ സ്പൂണോളം ചോക്കോ ചിപ്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്തിന് മുമ്പായിട്ട് തന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം. ഞാനൊരു കേക്ക് ടിന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾ ചെയ്യുന്ന രീതി ഏതാണെങ്കിൽ ആ ഒരു രീതിയിൽ ഇത് ബേക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഉപയോഗിക്കാത്തൊരു 5 ലിറ്ററിൻ്റെ പഴയൊരു കുക്കറിലാണ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അടിയിലൊരു ബേസ് വെച്ച് കൊടുത്തിട്ട് 10 മിനിറ്റ് ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ ഗാസ്കറ്റും വിസിലൊക്കെ ഊരി മാറ്റണം. 45 മിനിറ്റാണ് നമ്മൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ട സമയം. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യേണ്ടത്.
45 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കേക്ക് നന്നായിട്ട് ബേക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തോന്ന് അറിയാനായിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ നല്ലൊരു ബ്രൗൺ നിറം വന്നു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാം കേക്ക് വെന്തിട്ടുണ്ടെന്ന്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കണ്ടോ, അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാം നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഈ ഒരു കേക്ക് ഇരിക്കുന്നത്. ഈ ഒരു കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്